ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ കാണിക്കുന്നത് നല്ല അടിപൊളി വായിലിട്ട് അലിഞ്ഞു പോകുന്ന നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി മാംഗോ പുഡിംഗ് കേട്ടോ. അപ്പം വീഡിയോയിലിട്ട് കിടക്കുന്ന മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഇനിയിപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ആ ബെല്ലൈക്കൻ അടിച്ചിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് മാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ നോക്കിയെടുത്തോളൂ. ഞാൻ ഒരു വലിയ മാങ്ങയും വേറൊരു മാങ്ങയുടെ ഹാഫും എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഒരു 1 കപ്പ് കണക്കാക്കിയിട്ട് പറഞ്ഞതാണ് 1.5 കപ്പ് എന്നുള്ളത്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ നോക്കിയെടുത്തോളൂ, എന്നാലാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് മാങ്ങ മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ പുളി ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മാങ്ങയെല്ലാം അങ്ങ് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് മെൽറ്റ് ആക്കാൻ വെക്കാം. അപ്പോൾ അത് മെൽറ്റ് ആവുന്ന സമയത്ത് തന്നെ ഞാനിത് 500 ml പാൽ എടുത്തിട്ടുണ്ട്. അത് ഇപ്പുറത്ത് ബോയിലാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് പഞ്ചസാരയുടെ പകരം മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഷുഗർ ഒരു 4-5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയുടെ മധുരം അനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ടെല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം പാലൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ മാംഗോ പൾപ്പ് ചേർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ദാ ഞാൻ ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ടൊക്കെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മാംഗോ പുഡിംഗ് റെഡി ആക്കിയിട്ടുള്ള ഒരു പിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ടിതാ ഞാൻ മാംഗോ ജസ്റ്റ് കട്ട് ചെയ്തത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഇറങ്ങിപ്പോകും. അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് ബൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് നമ്മൾ തണുപ്പിക്കാൻ വെക്കണം. ഒരു ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ വെച്ചോ എങ്ങനെയെങ്കിലും നമ്മൾ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണെന്ന് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഓവർനൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, രാത്രി ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ മോർണിംഗിൽ നോക്കുമ്പോൾ അതാ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. ഈ കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.